ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോക്കുന്നത് 2026 PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ചോദിച്ച 50-ൽ പരം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1. അഹമ്മദാബാദ് മിൽ സമരം. 2. റൗളട്ട് നിയമവിരുദ്ധ സമരം. 3. ചമ്പാരൻ സമരം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3, 1, 2. 3, 1, 2. ചമ്പാരൻ സമരം, അലഹബാദ് മിൽ സമരം, റൗളട്ട് നിയമവിരുദ്ധ സമരം. ചമ്പാരൻ സമരം 1917 ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ രണ്ടാമത് അഹമ്മദാബാദ് മിൽ സമരം 1918 ഫെബ്രുവരി മാർച്ച്. അതായത് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മിൽ തൊഴിലാളികൾക്കായി ഗാന്ധിജി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അദ്ദേഹം ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഇതിലാണ്. പിന്നെ റൗളട്ട് നിയമവിരുദ്ധ സമരം 1919 ഏപ്രില്. ബ്രിട്ടീഷ് സർക്കാരിന്റെ കറുത്ത നിയമമായ റൗളട്ട് ആക്ടിനെതിരെ രാജ്യവ്യാപകമായി നടത്തിയ സമരമാണ് റൗളട്ട് നിയമവിരുദ്ധ സമരം. അപ്പോൾ ശരിയായ ക്രമം എന്ന് പറയുന്നത് 3, 1, 2. 1917, 1918, 1919. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3, 1, 2. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതാണ്? ശരിയായിട്ട് വരുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്. നീലദർപ്പൺ, ദീനബന്ധു മിത്ര, അതുപോലെ ആനന്ദമഠം, ബങ്കിംചന്ദ്ര ചാറ്റർജി. നീലദർപ്പൺ, ദീനബന്ധു മിത്ര ശരിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച ക്രൂരമായ ചൂഷണങ്ങളെ കുറിച്ച് ദീനബന്ധു മിത്ര 1860 എഴുതിയ വിഖ്യാതമായ നാടകമാണ് നീലദർപ്പൺ. അപ്പൊ നീലദർപ്പൺ, ദീനബന്ധു മിത്ര ശരിയാണ്. പിന്നെ പറയുന്നത് ആനന്ദമഠം, ബങ്കിംചന്ദ്ര ചാറ്റർജി ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഉൾക്കൊള്ളുന്ന ആനന്ദമഠം എന്ന ചരിത്ര നോവൽ രചിച്ചത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് 1882. അതുകൊണ്ട് 1ഉം 3ഉം ജോഡികൾ ശരിയാണ്. രണ്ടാമത്തെ പറഞ്ഞത് രംഗഭൂമി, രവീന്ദ്രനാഥ ടാഗോർ തെറ്റാണ്. രംഗഭൂമി പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ പ്രശസ്തമായ നോവലാണ്, രവീന്ദ്രനാഥ ടാഗോറുടെ കൃതിയല്ല. അതിനാൽ രണ്ടാമത്തെ തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രം, 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1. ഈഴവ മെമ്മോറിയൽ. 2. നിവർത്തന പ്രക്ഷോഭം. 3. മലയാളി മെമ്മോറിയൽ. ആദ്യം മലയാളി മെമ്മോറിയൽ, പിന്നെ ഈഴവ മെമ്മോറിയൽ, പിന്നെ നിവർത്തന പ്രക്ഷോഭം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 1, 2. 3, 1, 2. മലയാളി മെമ്മോറിയൽ 1891. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ പരദേശി ബ്രാഹ്മണർ കൈയടക്കുന്നതിനെതിരെ നാട്ടുകാർക്ക് മുൻഗണന നൽകണം എന്നാവശ്യപ്പെട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ 1896. വിദ്യാഭ്യാസമുള്ള ഈഴവർക്ക് തിരുവിതാംകൂറിൽ സർക്കാർ ജോലികൾ നിഷേധിക്കുന്നതിനെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. പിന്നെ നിവർത്തന പ്രക്ഷോഭം 1932. തിരുവിതാംകൂറിലെ നിയമസഭകളിൽ ഈഴവ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പം ഈ സംഭവയുടെ ശരിയായ ക്രമം എന്ന് പറയുന്നത് 3, 1, 2. 1891 മലയാളി മെമ്മോറിയൽ, പിന്നെ ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ 1896, പിന്നെ 1932 നിവർത്തന പ്രക്ഷോഭം. ആൻസർ എന്ത്? ഓപ്ഷൻ എ 3, 1, 2. അടുത്ത ക്വസ്റ്റ്യൻ: ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം 1904. 1904 ഫെബ്രുവരി 8 ജപ്പാൻ റഷ്യൻ നാവികശക്തിയെ പോർട്ട് ആർബറിൽ ആക്രമിച്ചു. ഇത് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം 1904. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്?
മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓപ്ഷൻ എ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1921 മലബാർ ലഹളയ്ക്ക് ശേഷം ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് സഹായവും സാമൂഹ്യ സേവനങ്ങളും നടത്തിയ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഈ സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ അതികായനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1873 രചിച്ച പ്രശസ്തമായ നോവലാണ് വിഷവൃക്ഷം. വിഷവൃക്ഷം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. ദാമോദർ. ഓപ്ഷൻ ബി ദാമോദർ. പശ്ചിമ ബംഗാളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഭീകരമായ വെള്ളപ്പൊക്കമുണ്ടാക്കി നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതുകൊണ്ടാണ് ദാമോദർ നദിയെ ബംഗാളിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നത്. ഇത് ജാർഖണ്ഡിലെ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നു. കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? താരാപൂർ. താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് താരാപൂരാണ്. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലുള്ള താരാപൂരില്. പാൽഘർ ജില്ലയിലുള്ള താരാപൂർ. 1969 ഒക്ടോബർ 28 ഇത് പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ വൈദ്യുത നിലയമാണ് ഇത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് താരാപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ വൈദ്യുത നിലയമാണ് ഇത്. ആൻസർ ഓപ്ഷൻ സി താരാപൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ചിത്രകാരനായ സർ ജോസഫ് നോയൽ പാറ്റേൺ 1858 വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഇൻ മെമ്മോറിയം. ബ്രിട്ടീഷ് ചിത്രകാരനായ സർ ജോസഫ് നോയൽ പാറ്റേൺ 1858 വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 വിപ്ലവകാലത്ത് കാൺപൂരിൽ ബ്രിട്ടീഷ് സ്ത്രീകളും കുട്ടികളും നേരിട്ട ദുരന്തങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചത്. വിപ്ലവകാരിൽ നിന്ന് രക്ഷ നേടാൻ ഒത്തുചേർന്നിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതകളുടെ പ്രതിനിധികളാണെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളാണെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ലോർഡ് ഡഫറിൻ. ഓപ്ഷൻ ബി ലോർഡ് ഡഫറിൻ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ സമയത്ത് അത് കേവലം ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമാണെന്നും ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ അവരെ കാണാൻ കഴിയൂ എന്നും പറഞ്ഞ് പരിഹസിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഡഫറിൻ ആണ്. ലോർഡ് ഡഫറിൻ. ആൻസർ ഓപ്ഷൻ ബി ലോർഡ് ഡഫറിൻ. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. 2. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. 3. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 4. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത്
ഓപ്ഷൻ ഡി എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ്. അദ്ദേഹം ഒന്നാമത്തെ പറയുന്നത് അദ്ദേഹം 2001 മുതൽ 2003 വരെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തിൽ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായ പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്തമായ ചരിത്ര ഗവേഷണ ഗ്രന്ഥം രചിച്ചതും അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്ന കൃതിക്ക് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആത്മകഥാ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. നാലാമത്തെയും ശരിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം 2025 ഏപ്രിൽ 26 കോഴിക്കോട് വെച്ച് അന്തരിച്ചു. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. 2. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടു. 3. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. നാലാമത്തത് 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ശരിയായത് രണ്ടാമത്തെയും നാലാമത്തെയും. ആൻസർ എന്നത് ഓപ്ഷൻ ബി 2, 4. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആണ് എന്നുള്ളത് തെറ്റാണ്. നാനാ സാഹിബ് കാൺപൂരിലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. നാനാ സാഹിബ് കാൺപൂരിലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഫർ രണ്ടാമനായിരുന്നു. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടു. അത് ശരിയാണ്. 1851 ഡൽഹൌസി ആണ് അവധ് രാജ്യത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞത്. പിന്നെ തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് തെറ്റാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ ആണ്. ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. തോമസ് ജോൺസ് ബാർക്കർ വരച്ചത് റിലീഫ് ഓഫ് ലക്നൗ. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രമാണ്. തോമസ് ജോൺസ് ബാർക്കർ വരച്ചത് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രമാണ്. പിന്നെ 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അത് ശരിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് മെയ് 10 മീററ്റിലെ സൈനിക ബാരക്കുള്ളിൽ നിന്നാണ്. ആൻസർ എന്നത് ഓപ്ഷൻ ബി 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 2, 4 പ്രസ്താവനകൾ ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1. 1922 ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. 2. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 4. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. ബന്ധമില്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തലാക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അല്ലാതെ സിവിൽ നിയമലംഘന പ്രസ്ഥാനമല്ല. ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കിയത്. ഗാന്ധിജി നിർത്തലാക്കിയത് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തലാക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോ ആ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബസന്റ്. ആൻസർ എന്ത്? ഓപ്ഷൻ ബി ആനി ബസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും തിയോസഫിക്കൽ സൊസൈറ്റി നേതാവുമായ ആനി ബസന്റ് ആയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരുന്നു ഈ സമ്മേളനം. ആൻസർ എന്ത്? ഓപ്ഷൻ ബി ആനി ബസന്റ്.
ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? വിക്രം മിശ്രി. വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും വംശീയ വിവേചനങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ 1903 ഗാന്ധിജി ഈ പത്രം ആരംഭിച്ചത്. ഇതിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയത് 1903 ജൂൺ മാസത്തിലാണെങ്കിലും 1904 പത്രത്തിന്റെ അച്ചടി ഡർബൻ അടുത്തുള്ള ഫീനിക്സ് സെറ്റിൽമെന്റിലേക്ക് മാറ്റി. യങ് ഇന്ത്യ പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ 1919 മുതൽ 1931 വരെ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് വാരികയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് വാരികയാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. നവജീവൻ എന്ന് പറയുന്നത് ഗാന്ധിജി ഗുജറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് നവജീവൻ. പിന്നെ സംവാദ കൗമുദി അത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി 1773. 1773. ഒന്ന് വരുന്നത് ബി 1973. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള അമേരിക്കൻ കോളനികളുടെ പ്രതിഷേധം ആണത് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ 1773. ഒന്ന് ബി. പിന്നെ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. 1776. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പിന്നെ പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി 1783. 1783. ഈ ഉടമ്പടിയോടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചതും ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചതും എന്നാണ്. അപ്പോൾ പാരീസ് ഉടമ്പടി 1783. പിന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. 1789 DN. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി കരുതപ്പെടുന്ന പ്രധാന സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1B 2A 3C 4D. 4D. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഈ ദിവസമാണ് ഐക്യരാഷ്ട്ര ദിനമായി ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ ഒപ്പുവെച്ച് ഒരു സ്ഥാപക അംഗമായി ഫൗണ്ടിംഗ് മെമ്പറായി മാറിയത് 1945 ഒക്ടോബർ 30. ഒക്ടോബർ 30. ചാർട്ടറിൽ ഒപ്പുവെച്ച് ഒരു സ്ഥാപക അംഗമായി മാറിയത് 1945 ഒക്ടോബർ 30. ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത്. മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? സബ്ദി. ഓപ്ഷൻ ബി സബ്ദി. മുഗൾ കാലഘട്ടത്തിലെ അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന രാജ ഡോദർമൽ നടപ്പിലാക്കിയ ശാസ്ത്രീയമായ ഭൂനികുതി പരിഷ്കരണ സമ്പ്രദായത്തെയാണ് ബന്ദോബസ്ത് സൂചിപ്പിക്കുന്നത്. ഇത് സബ്ദി സമ്പ്രദായം അല്ലെങ്കിൽ ദഹ്സാല സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു. അതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവെടുപ്പിനായി മുളങ്കോലുകളിൽ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ച ജരീബ് എന്ന അളവുകൾ ഉപയോഗിച്ച് ഭൂമി തിട്ടപ്പെടുത്തി. അളവെടുക്കാനായി മുളങ്കോലുകളിൽ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ച ജരീബ് എന്ന അളവുകോലുകൾ ഉപയോഗിച്ച് ഭൂമി തിട്ടപ്പെടുത്തി. അതൊരു സവിശേഷതയാണ് ഇതിന്റെ. പിന്നെ പറയുന്നത് വിളച്ചിലിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും അടിസ്ഥാനത്തിൽ ഭൂമിയെ പോളജ്, പൗരതി, ചാച്ചർ,
ബഞ്ചർ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചു. ഭൂമിയെ തരംതിരിക്കലാണ് അടുത്ത സവിശേഷത. വിളച്ചിലിന്റെയും അതുപോലെ ഫലഭൂയിഷ്ഠതയുടെയും അടിസ്ഥാനത്തിൽ ഭൂമിയെ പോളജ്, പൗരതി, ടാച്ചർ, ബഞ്ചർ എന്നിങ്ങനെ 4ആയി തരംതിരിച്ചു. പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി വിളവും വിപണി വിലയും കണക്കാക്കിയാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. 10 വർഷത്തെ ശരാശരി വിളവാണ്. പിന്നെ സാധാരണയായി മൊത്തം ഉൽപാദനത്തിന്റെ 1/3 ഭാഗം ഭരണകൂടത്തിനുള്ള നികുതിയായി നിശ്ചയിച്ചു. നികുതി വിഹിതം എന്ന് പറയുന്നത് 1/3 ഭാഗം ഭരണകൂടത്തിന് നികുതിയായിട്ട് കൊടുത്തു. പിന്നെ വിളവുകളായി നൽകുന്നതിന് പകരം നികുതി പ്രധാനമായി പണമായിട്ട് നൽകാനാണ് കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നത്. പണമായിട്ടുള്ള നികുതി. ഭരണകൂടത്തിന് കൃത്യമായ വരുമാനം ഉറപ്പാക്കാനും കർഷകരെ പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ ബന്ദോബസ്ത് സമ്പ്രദായത്തിലൂടെ സാധിച്ചു. ആൻസർ എന്ത്? ഓപ്ഷൻ ബി, സബ്തി. അടുത്ത ക്വസ്റ്റ്യൻ. 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ജോൺ സർമാൻ. ജോൺ സർമാൻ. കൽക്കട്ടയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകൂടം ജോൺ സർമാന്റെ നേതൃത്വത്തിലാണ് മുഗൾ ചക്രവർത്തി ഫാറൂഖ് ഷിയാറുടെ കൊട്ടാരത്തിലേക്ക് ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ അയച്ചത്. റോയൽ ഫിർമാൻ. അതുപോലെ ഈ ദൗത്യത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിലൂടെ 1717 ചക്രവർത്തിയിൽ നിന്ന് കമ്പനിക്ക് വ്യാപാര അനുകൂലങ്ങൾ നൽകുന്ന ചരിത്രപ്രസിദ്ധമായ ഫിർമാൻ ലഭിച്ചു. രാജകീയ വിളംബരം. ഫിർമാൻ, രാജകീയ വിളംബരം ലഭിച്ചു. ബ്രിട്ടീഷ് ചരിത്രകാരനായ ഓർമെ ഈ ഫിർമാനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാളിലെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ചരിത്രകാരനായ ഓർമെ ഈ ഫിർമാനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാളിലെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത്. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത് കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധി. കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധി. ഓപ്ഷൻ ഡി. ഈ നിയമപ്രകാരം ഭരണ വിഷയങ്ങളെ കേന്ദ്ര വിഷയങ്ങളെന്നും പ്രവിശ്യ വിഷയങ്ങളെന്നും 2ആയി തരംതിരിച്ചു. കേന്ദ്ര നിയന്ത്രണം ലഘൂകരിച്ചുകൊണ്ട് പ്രവിശ്യകൾക്ക് മേലുള്ള അധികാരം വ്യക്തമായി നിർവചിച്ചത് ഈ ആക്ട് വഴിയാണ്. കേന്ദ്ര പ്രവിശ്യ സർക്കാരുടെ അധികാര പരിധിയാണ് ആൻസർ. ഓപ്ഷൻ ഡി. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? BP വാഡിയ. BP വാഡിയ. 1918 ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത തൊഴിൽ യൂണിയനുകളിൽ ഒന്നായ മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് BP വാഡിയ. അതുപോലെ തിരുവി കല്യാണ സുന്ദരം എന്നിവർ ചേർന്നാണ്. BP വാഡിയ, തിരുവി കല്യാണ സുന്ദരം എന്നിവർ ചേർന്നാണ് മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത്. ആൻസർ എന്ത്? ഓപ്ഷൻ സി, BP വാഡിയ. ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, അദ്ദേഹം ജിസിയ വീണ്ടും ഏർപ്പെടുത്തി. 2, അദ്ദേഹം ആക്രമണമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു. 3, അദ്ദേഹം ദീൻ ഇ ഇലാഹിയെ പ്രോത്സാഹിപ്പിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രം. അദ്ദേഹം ജിസിയ വീണ്ടും ഏർപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. അക്ബർ ചക്രവർത്തി നിർത്തലാക്കിയിരുന്ന ജിസിയ നികുതി മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് 1679 മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും ഏർപ്പെടുത്തി. രണ്ടാമത്തെ, അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു. അതും ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ മുഗൾ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിനായി ഔറംഗസീബ് ശക്തമായ ഡെക്കാൻ നയം പിന്തുടർന്നു. ബിജാപൂർ, ഗോൽക്കൊണ്ട എന്നീ സുൽത്താനത്തുകൾ അദ്ദേഹം കീഴടക്കുകയും മറാഠികളുമായി ദീർഘകാലം യുദ്ധം ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെയും ശരിയാണ്. മൂന്നാമത്തെ, അദ്ദേഹം ദീൻ ഇ ഇലാഹിയെ പ്രോത്സാഹിപ്പിച്ചത് തെറ്റാണ്. ദീൻ ഇ ഇലാഹി എന്ന മതം സ്ഥാപിച്ചതും പ്രോത്സാഹിപ്പിച്ചതും അക്ബർ ചക്രവർത്തിയാണ്.
ഔറംഗസീബ് അല്ല. ഔറംഗസീബ് കടുത്ത യാഥാസ്ഥിതിക ഇസ്ലാമിക നയങ്ങളാണ് പിന്തുടരുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. 2 ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. 3 ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു. 4 ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം മാത്രം. 1ഉം 2ഉം 4ഉം മാത്രം. ഇത് മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയാണ്. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മോർലി പ്രഭുവിന്റെയും വൈസ്രോയി മിന്റോ പ്രഭുവിന്റെയും പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ശരിയാണ്. ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ചുകൊണ്ട് സാമുദായിക പ്രാതിനിധ്യം ഏർപ്പെടുത്തിയത്. ഇതിനാൽ മിന്റോ പ്രഭു വർഗീയ വോട്ടവകാശത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു. അത് തെറ്റാണ്. പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. 1909 നിയമം പ്രവിശ്യ സ്വയംഭരണം നൽകിയിരുന്നില്ല. നാലാമത്തെ ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. ശരിയാണ്. ഈ നിയമപ്രകാരം കേന്ദ്ര പ്രവിശ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം ഗണ്യമായി വർദ്ധിപ്പിച്ചു. കേന്ദ്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 16-ൽ നിന്നും 60 ഉയർത്തി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം മാത്രം. 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യമേത്? 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യമേത്? ഭൂട്ടാൻ. ഭൂട്ടാൻ ഒന്നാമത്തേത്. ബംഗ്ലാദേശിന് ഔദ്യോഗികമായി ആദ്യമായി അംഗീകാരം നൽകിയ രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാന്റെ മൂന്നാമത്തെ രാജാവായിരുന്ന ജിഗ്മെ ദോർജി വാങ്ചുങ് ടെലിഗ്രാം വഴിയാണ് ഈ വിവരം ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാരിനെ അറിയിച്ചത്. ഇന്ത്യ രണ്ടാമത്തേതാണ്. ഭൂട്ടാൻ അംഗീകാരം നൽകി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അതേ ദിവസം 1971 ഡിസംബർ 6 ഉച്ചയോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ രണ്ടാമത്തെ രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. അപ്പോൾ ആൻസർ എന്ത്? ഓപ്ഷൻ ബി ഭൂട്ടാൻ. എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത്? എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എസ്താഡോ ദ ഇന്ത്യ എന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഇന്ത്യൻ സമുദ്രത്തിലെ കൊളോണിയൽ ഭരണ സംവിധാനത്തിന്റെയും വ്യാപാര ശൃംഖലയുടെയും ഔദ്യോഗിക നാമമായിരുന്നു. ഇത് ജനപ്രിയമായി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ പോർച്ചുഗീസ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ചതിന് ശേഷം 1505-ലാണ് ഇത് സ്ഥാപിതമായത്. അതുപോലെ കൊച്ചിയിലായിരുന്നു ഇതിന്റെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഭരണകേന്ദ്രം സ്ഥാപിച്ചത്. 1510 അൽ ബുക്കർക്ക് ഗോവ പിടിച്ചടക്കിയ ശേഷം ഭരണകേന്ദ്രം ഗോവയിലേക്ക് മാറ്റി. അവസാനം 1961 ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് വഴി ഗോവ, ദാമൻ, ദിയു എന്നിവ മോചിപ്പിക്കുന്നത് വരെ ഈ ഭരണ സംവിധാനം നിലനിന്നിരുന്നു. ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത്? ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് നരസിംഹറാവു. 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ആണ് ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി സാമ്പത്തിക തന്ത്ര പ്രാധാന്യ ബന്ധങ്ങൾ ശക്തമാക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നയം കൂടുതൽ ശക്തമാക്കുകയും ഇതിന്റെ പേര് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി നരസിംഹറാവു. മുർച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖമേത്? മുർച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖമേത്? മുസരീസ്. മുർച്ചിപ്പത്തനം എന്ന പേര് മുസരീസ്, അതായത് മൂച്ചിരി എന്ന പുരാതന തുറമുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. സംഘ സാഹിത്യത്തിൽ ഇത്
മുച്ചിരി എന്നും മറ്റു ചില പുരാതന സ്രോതസ്സുകളിൽ മുർച്ചിപ്പത്തനം എന്നും പരാമർശിക്കപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ മുസരീസ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി 2000 നടന്ന സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 69 kg വിഭാഗത്തില് വെങ്കല മെഡൽ നേടിക്കൊണ്ട് കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ടാണ് ചരിത്രം കുറിച്ചത്. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. 2. 1524 വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. 3. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി അൽമേഡ. 1ഉം 2ഉം മാത്രം ശരി. 1ഉം 2ഉം മാത്രം ശരി. ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരി. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ശരിയാണ്. ഇന്ത്യയിലും കേരളത്തിലും അച്ചടി വിദ്യ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലും തൊട്ടു പിന്നാലെ കൊല്ലത്തെ തങ്കശ്ശേരി, കൊച്ചിയിലെ വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലും അവർ അച്ചടിശാലകൾ സ്ഥാപിച്ചു. രണ്ടാമത്തത് 1524 വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. ശരിയാണ്. മൂന്നാമത് ഇന്ത്യയിലെത്തിയ വാസ്കോഡഗാമ 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ചാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് താൽക്കാലികമായി അടക്കം ചെയ്തത്. പിന്നീട് 1539 മൃതദേഹ അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തത് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി അൽമേഡ. തെറ്റാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. അതായത് 1505 to 1509. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ വൈസ്രോയി മാനുവൽ അന്തോണിയോ വസാലോ ഇ സിൽവ ആയിരുന്നു. ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജെസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജെസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? ഫ്രാൻസിസ് സേവ്യർ, റുഡോൾഫ് അക്വാവിവ, സെന്റ് ആഗസ്റ്റിൻ, ആന്റണി മോൺസെറാറ്റ്. രണ്ടാമത്തെ നാലാമത്തെ. ഓപ്ഷൻ സി 2ഉം 4ഉം. റുഡോൾഫ് അക്വാവിവ, അതുപോലെ നാലാമത്തെ ആന്റണി മോൺസെറാറ്റ്. റുഡോൾഫ് അക്വാവിവ എന്ന ഈ മിഷന്റെ നേതാവ്. മിഷനിലെ അംഗമായിരുന്ന ആന്റണി മോൺസെറാറ്റ് ആണ് അക്ബറിന്റെ കൊട്ടാരത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും വിശദമായ യാത്രാ വിവരണം എഴുതിയത്. അക്ബറിന്റെ ക്ഷണപ്രകാരം ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാനയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇവർ എത്തിയത്. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? സി രാജഗോപാലാചാരി. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇന്ത്യയുടെ ഇടക്കാല സർക്കാരിൽ ആദ്യമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ലഭിച്ചത് സി രാജഗോപാലാചാരിക്കാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭക്ഷ്യ കാർഷിക വകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരുന്നത്. അതുപോലെ ലിയാഖത്ത് അലി ഖാൻ, മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഇദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ജോൺ മത്തായിക്ക് വ്യവസായ വിതരണ വകുപ്പിന്റെ ചുമതലയാണ് ലഭിച്ചത്. 1922 ഏക പ്രസ്ഥാനം ഡേഷിലാണ് നടന്നത്. 1922 ഏക പ്രസ്ഥാനം ഡേഷിലാണ് നടന്നത്. യു പി. ഓപ്ഷൻ ബി യു പി. 1921-22 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസ് അവധ് മേഖലയിലാണ് ഏക പ്രസ്ഥാനം നടന്നത്. അവധ് മേഖലയിലാണ് ഏക പ്രസ്ഥാനം നടന്നത്. യു പിയിലെ ഹർദോയ്, ബഹ്റൈച്ച്, സീതാപൂർ, ബാരാബങ്കി എന്നീ ജില്ലകളിലാണ് ഈ പ്രസ്ഥാനം ശക്തമായിരുന്നത്. മദാരി പാസി എന്ന താഴെ തട്ടിലുള്ള കർഷക നേതാവാണ് ഈ പ്രസ്ഥാനത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത്. സമീദാർമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ഈടാക്കിയിരുന്ന അമിതമായ നികുതിക്കും കർഷക ചൂഷണങ്ങൾക്കും എതിരെയായിരുന്നു ഈ കർഷക മുന്നേറ്റം. ആൻസർ എന്ത്? ഓപ്ഷൻ ബി യു പി. ഗാന്ധിജിയുടെ വാർദ്ധക്യ സ്കീം 1937 പ്രകാരം നൈൻ താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ വാർദ്ധ
സ്കീം. 1937 പ്രകാരം നൈൻ താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ ഡി ഡോക്ടർ സക്കീർ ഹുസൈൻ. 1937 മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വാർധയിൽ അഖിലേന്ത്യാ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം നൈൻ താലിം അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിക്ക് കൃത്യമായ രൂപരേഖയും സിലബസും തയ്യാറാക്കാൻ ഡോക്ടർ സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയാണ് പദ്ധതിയുടെ അന്തിമ രൂപരേഖ സമർപ്പിച്ചത്. കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും പഠനം തൊഴിലധിഷ്ഠിതമായിരിക്കണമെന്നും ഈ പദ്ധതി വിഭാവനം ചെയ്തു. അതുപോലെ ഈ പദ്ധതി തയ്യാറാക്കിയ സമിതിയുടെ തലവനായ ഡോക്ടർ സക്കീർ ഹുസൈൻ പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി ത്വാബഖാത്ത് അൽ ഉമം എഴുതിയത്. പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി ത്വാബഖാത്ത് അൽ ഉമം എഴുതിയത് ഖാദി സ്വാഇദ് അൽ അന്തലൂസി. ഓപ്ഷൻ സി ത്വാബഖാത്ത് അൽ ഉമം എന്ന വിഖ്യാത ചരിത്ര പ്രശസ്ത ഗ്രന്ഥം 1968 രചിച്ചത് അന്തലൂസിയൻ, അതായത് ഇന്നത്തെ സ്പെയിനിലെ ശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ ഖാദി സ്വായിദ് അൽ അന്തലൂസി ആണ്. മധ്യകാലഘട്ടത്തിലെ ശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാതന അറബിക് രേഖകളിൽ ഒന്നാണ് ഇത്. ലോകത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ശാസ്ത്ര സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുകയാണ് അദ്ദേഹം ഇതിൽ ചെയ്തത്. ഇന്ത്യ, പേർഷ്യ, ഗ്രീസ്, റോം, ഈജിപ്ത്, അറേബ്യ തുടങ്ങിയ വൈജ്ഞാനിക പുരോഗതി കൈവരിച്ച 9 ജനതകളുടെ സംഭാവനകളെ കുറിച്ച് ഇതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ ശാസ്ത്രഗണിത മേഖലകളിൽ ഇന്ത്യൻ ജനത കൈവരിച്ച നേട്ടങ്ങളെയും അവരുടെ ജ്ഞാനത്തെയും അദ്ദേഹം വളരെ ഉയർന്ന രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. ഓപ്ഷൻ എ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. റഷ്യൻ ചാൻസലറായിരുന്ന ഓട്ടോ വോൺ ബിസ്മാർക്കിന്റെ നേതൃത്വത്തിലാണ് ജർമ്മൻ സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. ഫ്രാൻസിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ ദക്ഷിണ ജർമ്മൻ സംസ്ഥാനങ്ങൾ പ്രഷ്യയുമായി കൈകോർത്തു. യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെട്ടതോടെ 1871 ജനുവരി 18-ന് വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ച് ജർമ്മൻ സാമ്രാജ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ജർമ്മനിയുടെ ഏകീകരണത്തിന് പൂർത്തിയാവുകയും ചെയ്തു. വിയന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് 1815. നെപ്പോളിയന്റെ പതനത്തിന് ശേഷം യൂറോപ്പിലെ അതിരുകൾ പുനർനിർണയിക്കാൻ കൂടിയ സമ്മേളനമാണ് അത്, വിയന്ന കോൺഗ്രസ്. ഇത് ജർമ്മൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെങ്കിലും ഏകീകരണത്തിന് വഴി തുറന്നില്ല. ക്രിമിയൻ യുദ്ധം എന്ന് പറയുന്നത് 1853 to 1856. റഷ്യയും മറ്റ് യൂറോപ്യൻ ശക്തികളും തമ്മിൽ നടന്ന യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. ജർമ്മൻ ഏകീകരണത്തിന് ഇതിന് നേരിട്ട് ബന്ധമില്ല. പാരീസ് കമ്മ്യൂൺ 1871. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിലെ ഫ്രാൻസിന്റെ പരാജയത്തെ തുടർന്ന് പാരീസിൽ രൂപീകൃതമായ ഒരു താൽക്കാലിക വിപ്ലവ സർക്കാരാണ് പാരീസ് കമ്മ്യൂൺ. ആൻസർ ഓപ്ഷൻ എ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് 1871. ഓപ്ഷൻ ബി 1871. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് 1871 മാർച്ച് 18 മുതൽ മെയ് 28 വരെയുള്ള ചുരുങ്ങിയ കാലയളവിലാണ് പാരീസിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിപ്ലവ സർക്കാരായ പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത്. ആൻസർ ഓപ്ഷൻ ബി 1871. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബരൗട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബരൗട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഷാമൽ. ഓപ്ഷൻ എ ഷാമൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഉത്തർപ്രദേശിലെ ബാഗ്പത്, അതായത് പഴയ മീററ്റ് ജില്ലയിലുള്ള ബരൗട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമലാണ്. പ്രദേശത്തെ കർഷകരെയും ഗ്രാമത്തലവന്മാരെയും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച അദ്ദേഹം അവിടുത്തെ ഒരു ബംഗ്ലാവ് നീതിന്യായ കോടതിയാക്കി മാറ്റി
സമാന്തര ഭരണം നടത്തിയിരുന്നു. 1857 ജൂലൈയിൽ ബ്രിട്ടീഷ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. ആൻസർ ഓപ്ഷൻ എ ഷാമൽ. പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. 1942 സർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യമാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിരുന്ന ഗാന്ധിജി ഈ വാഗ്ദാനത്തെ തകരുന്ന ബാങ്കിലെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിളിച്ച് നിരസിച്ചു. ആൻസർ ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത്? ചൗരി ചൗര. 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിനടുത്തുള്ള ചൗരി ചൗരയിൽ പ്രതിഷേധക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. അഹിംസയിലൂന്നിയ തന്റെ സമരം അക്രമാസക്തമായതിൽ മനം നൊന്ത് 1922 ഫെബ്രുവരി 12-ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി പിൻവലിക്കാൻ തീരുമാനിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ചൗരി ചൗര. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളിയാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ 13ാമത് വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർ സി ശങ്കരൻ നായർ. ആൻസർ ഓപ്ഷൻ ബി സർ സി ശങ്കരൻ നായർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15-ന് കേരളത്തിലെ ആറ്റിങ്ങലിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിതവും ആസൂത്രിതവുമായ കലാപം. അഞ്ചുതെങ്ങ് കോട്ടയിലെ ബ്രിട്ടീഷ് മേധാവി ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ പോയ 140ഓളം വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ സ്വദേശീയരായ ആളുകൾ ആക്രമിച്ചു കീഴടക്കുകയായിരുന്നു. അപ്പോൾ ആൻസർ എന്ത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് 1741 മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല, മറിച്ച് ഡച്ചുകാർക്കെതിരെയായിരുന്നു. പിന്നെ വെല്ലൂർ കലാപം 1806 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ വെച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യൻ സിപ്പായിമാർ നടത്തിയ വലിയൊരു കലാപമാണ് ഇത്. എന്നാൽ ഇത് ആറ്റിങ്ങൽ കലാപത്തിന് വളരെ ശേഷമാണ് നടന്നത്. പിന്നെ അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിക്കുന്നതിനെതിരെ തദ്ദേശവാസികൾ നടത്തിയ ഒരു ചെറിയ പ്രതിഷേധമായിരുന്നു ഇത്. എന്നാൽ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ സംഘടിത കലാപമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1721 ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം. ആൻസർ എന്താ? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ജൂൺ 12-ന് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അദ്ദേഹം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. വിവിധ ജാതി മതസ്ഥരായ ഇന്ത്യക്കാരെ രാജ്യസേവനത്തിനായി ഒന്നിപ്പിക്കുക, രാജ്യസ്നേഹം വളർത്തുക, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ബാലഗംഗാധര തിലക് അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് 1914 സ്ഥാപിച്ച പ്രമുഖ തീവ്ര ദേശീയവാദി നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇദ്ദേഹത്തിൻ്റെതാണ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചതും ആസാദ് ഹിന്ദ് ഫൗജ് നയിച്ചതും ഇദ്ദേഹമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക, ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതിലൂടെയാണ് ഇവർ ഏറെ പ്രശസ്തയായത്. അതിനാൽ ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്നും അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഡൽഹിയിലെ ആദ്യത്തെ മേയറായ വനിതയും ഇവരാണ്. സരോജിനി നായിഡു എന്ന് പറയുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറുമാണ് സരോജിനി നായിഡു. ആനി ബെസന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഇവർ. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. ചില ചരിത്ര രേഖകളിൽ ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്നും ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ അക്കാമ ചെറിയൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. പിന്നെ മഹാത്മാഗാന്ധിയാണ് ഇവരെ ഈ പേരിൽ വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ മലയാളി വനിതയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ചേരുംപടി ചേർക്കുക. ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ഡി. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് ആ സമ്പ്രദായത്തിനെതിരെ മഹാത്മാഗാന്ധി ഇന്ത്യയെ നയിച്ച ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917 1 ഡി. പിന്നെ നിസ്സഹകരണ സമരം 1920 സി 2 സി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാജ്യവ്യാപകമായ ആദ്യ ജനകീയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ സമരം. പിന്നെ ഉപ്പു സത്യാഗ്രഹം 1930 എ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് നടത്തിയ പ്രശസ്തമായ ദണ്ഡി യാത്രയോടെയാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ ഉപ്പു സത്യാഗ്രഹം 1930. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ബി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി ആരംഭിച്ച അവസാനത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 4ാമത്തെ ബി. അപ്പോൾ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. 1 ഡി, 2 സി, 3 എ, 4 ബി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? 1905 ആഗസ്റ്റ് 7. 1905 ആഗസ്റ്റ് 7. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടന്ന വലിയൊരു പൊതുയോഗത്തിലാണ് ഔദ്യോഗികമായി സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ഈ യോഗത്തിൽ തീരുമാനിച്ചു. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് ഈ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞത്. സുഹൃത്തുക്കളെ, സഹാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബാലഗംഗാധര തിലക് 1920 ഓഗസ്റ്റ് 1 അദ്ദേഹം അന്തരിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച അതേ ദിവസമായിരുന്നു ഇത്. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് ഗാന്ധിജി രൂപീകരിച്ചതാണ് തിലക് സ്വരാജ് ഫണ്ട്. പിന്നെ ലാലാ ലജ്പത് റായ് 1928
സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിനിടെ ബ്രിട്ടീഷ് പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. എന്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ലാത്തിയടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണികളായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ ചന്ദ്രശേഖർ ആസാദ് 1931 ഫെബ്രുവരിയിൽ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് സ്വയം വെടിവെച്ച് വീരമൃത്യു വരിച്ച വിപ്ലവകാരിയാണ് ചന്ദ്രശേഖർ ആസാദ്. ആൻസർ ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സമാധാന കരാറാണ് താഷ്കന്റ് കരാർ. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ വെച്ചാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനു വേണ്ടി അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഈ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഇത്തരമൊരു കരാറുണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയും റഷ്യയും. താഷ്കന്റ് കരാറിന്റെ മധ്യസ്ഥത വഹിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ ആയിരുന്നു. എന്നാൽ കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പിന്നെ ഇന്ത്യയും ചൈനയും. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പ്രശസ്ത കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാർ രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? 1 സർദാർ വല്ലഭായ് പട്ടേൽ, 2 ജവഹർലാൽ നെഹ്റു, 3 മൗലാന അബ്ദുൽ കലാം ആസാദ്, 4 VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോൻ. ആൻസർ എന്ത്? ഓപ്ഷൻ സി 1ഉം 4ഉം. 1ഉം 4ഉം. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ 560-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ ചരിത്രപരമായ ലയനക്കരാറിന് രൂപം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ VP മേനോനും ചേർന്നാണ്. അന്നത്തെ സംസ്ഥാന മന്ത്രാലയത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ബ്യൂറോക്രാറ്റ് VP മേനോനും വാപ്പാല പങ്കുണ്ണി മേനോൻ VP മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ ചേർന്നാണ് ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ കരാർ പ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണമായിരുന്നു. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ലയന ചുമതല പ്രധാനമായും പട്ടേലിനും VP മേനോനാണ് നൽകിയിരുന്നത്. കാശ്മീരിന്റെ ലയനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നെഹ്റു നേരിട്ട് ഇടപെട്ടിരുന്നു. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ലയനക്കാർ രൂപീകരണത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ഇന്ന് നോക്കുന്നത്. താങ്ക് യു.